ഞാൻ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസനാണ്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 40 വർഷം ഈ കേരളത്തിനകത്ത് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അനുബന്ധ തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി സംരക്ഷണ കവചം തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന അംഗങ്ങളുടെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുവാനായിട്ട് ഫോട്ടോ ഫെസ്റ്റ് ഇന്ത്യ എന്നുള്ള ഒരു ഈ മഹാ ഫെസ്റ്റ് നടത്തി വരുന്നത്. ഇത് 19ാമത് എഡിഷനാണ്. ഇന്ന് ജൂൺ 13, 14, 15 തീയതികളിൽ ഈ അറ്റ്ലസ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഈ ലോകത്ത് ഇറങ്ങി ഉള്ള എല്ലാ പ്രധാനപ്പെട്ട ക്യാമറ കമ്പനികളും ഈ ഫെസ്റ്റിൽ അണിനിരക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അനുബന്ധ തൊഴിൽ മേഖലയ്ക്കകത്ത് ഉപയോഗിക്കേണ്ട എല്ലാ ഉപകരണങ്ങളും ഈ ഒരു അറ്റ്ലസിൻ്റെ ഈ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന് സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു ചാരിതാർത്ഥ്യപരമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇവിടെ ഒത്തിരിയേറെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ്, ഈ ഫോട്ടോഗ്രാഫിയെ സ്നേഹിക്കുന്നവർ, ഫോട്ടോഗ്രാഫിയെ എന്താ പറയുക മനസ്സുകൊണ്ട് കൊണ്ടു നടക്കുന്നവരെല്ലാം തന്നെ ഈ ഒരു ഫെസ്റ്റിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഫെസ്റ്റിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഫോട്ടോഗ്രാഫി ഇന്ന് അനന്ത സാധ്യതയുള്ളൊരു മേഖലയാണ്. ആ മേഖലയ്ക്കകത്ത് ഏതെല്ലാം തരത്തിൽ നമുക്ക് ഇതിനെ വിനിയോഗിക്കാം എന്നതിന് ഫോട്ടോഗ്രാഫിയെ അടുത്തറിയാൻ, പഠിക്കാൻ, അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ക്യാമറകൾ ഉപയോഗിക്കാനൊക്കെ പഠിപ്പിക്കുന്ന 6ഓളം പഠന ശിബിരങ്ങൾ നമ്മൾ ഈ ഒരു 3 ദിവസത്തിനകത്ത് കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അബ്രഹാം തറകൻ സാറിനെ പോലെയുള്ള അതിപ്രഗത്ഭരായിട്ടുള്ള, ഞാൻ ഒരാളുടെ പേര് പറഞ്ഞു എന്നുള്ളത് മാറ്റി നിർത്തുക, തീർച്ചയായിട്ടും സാറിനെ പോലെ അതിപ്രഗത്ഭരായിട്ടുള്ള 6ഓളം പേര് അവരുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തി, നിങ്ങൾക്ക് അവരുടെ ഒരു വലിയ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ ഈ തൊഴിൽ മേഖല ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ തൊഴിൽ മേഖലയുമായി യാതൊരു പ്രവൃത്തി പരിചയവുമില്ലാത്ത ഇവന്റ് മാനേജ്മെന്റ്, മാട്രിമോണിയം കമ്പനികൾ, അതുപോലുള്ള കമ്പനികളൊക്കെ ഈ തൊഴിൽ മേഖലയ്ക്കകത്തേക്ക് കടന്നു കയറി കസ്റ്റമേഴ്സിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന, ഫോട്ടോഗ്രാഫിയോടുള്ള അവരുടെ ഒരു താല്പര്യം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബിസിനസ്സാക്കി ഇതിനെ ഒരു കലാമൂല്യമുള്ള ഒരു മേഖലയെ ഇന്നൊരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബിസിനസ് കാഴ്ചപ്പാടുകൂടിയിട്ട് കാണുമ്പോൾ ബോത്ത് സൈഡ് വർക്കുകൾ എടുത്തുകൊണ്ട് ഒരു കൂടെയുള്ളവൻ്റെ തൊഴിൽ പോലും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവണതയും ഇന്ന് ഈ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം പ്രവണതകളൊക്കെ നമ്മളെപ്പോലെ തന്നെയാണ് മറ്റൊരു ഫോട്ടോഗ്രാഫറും ഉള്ളത്, അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖലയിലുള്ളവൻ ഉള്ളത്. അവൻ്റെയും ഉപജീവനമാർഗം ഇതാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും അത്തരം പ്രതിസന്ധികൾ അതിജീവിക്കാൻ വേണ്ടതായിട്ടുള്ള മുൻകരുതലുകൾ എന്തായാലും സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ എക്സിബിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വിഭവങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വിഭവങ്ങൾ കാണാനും ആസ്വദിക്കുവാനും അതുപോലെ തന്നെ പരിചയപ്പെടുവാനായിട്ട് നിങ്ങളെ ഏവരെയും ആർദ്രമായിട്ട് ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫോട്ടോഗ്രാഫി ക്ലാസ്, ഫാഷൻ ഷോ, അതുപോലെ എല്ലാ കമ്പനികളുടെയും പ്രൊഡക്റ്റുകൾ, ഡിസ്പ്ലേ, എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഏവരെയും ഈ ഒരു കൺവെൻഷൻ സെൻറ്ററിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തോളും. ഞാൻ ബിനോയ് കള്ളാട്ടുവഴി, ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഫോട്ടോ ഫെസ്റ്റ് ഇന്ത്യ 2024 19ാമത് എഡിഷൻ നമ്മുടെ ഇന്നിവിടെ നടക്കുമ്പോൾ 2002 കോഴിക്കോട് ആരംഭിച്ച ഈ ഫോട്ടോഗ്രാഫി രംഗത്തെ നൂതനമായ അറിവുകൾ പങ്കുവെക്കുന്നതിനും അതിലുപരി നമ്മൾ പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുന്നതിനുമൊക്കെയുള്ള അതായിട്ട് നമ്മൾ തുടങ്ങി. ശേഷം നമ്മൾ 19 വർഷവും വളരെ കൃത്യമായി തുടർച്ചയായിട്ട് ഈ ഫെസ്റ്റ് നടത്തി വരികയാണ്. ഏറ്റവും കൂടുതൽ തവണ നടത്തിയിട്ടുള്ളത് അങ്കമാലി അറ്റ്ലസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ്. അതിനു മുമ്പ് നമ്മൾ നമ്മുടെ നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിലും അതിനു മുമ്പ് തൃശ്ശൂർ ലുലുവിലൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇത്രയും സ്റ്റാളുകൾ ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്നുള്ളത് നമുക്ക് നിലവിൽ അതിനുള്ള സാധ്യതയുള്ള ഏക സ്ഥലം അറ്റ്ലക്സ് ആണ്. നമ്മുടെ കേരളത്തിലെ മുഴുവൻ ഫോട്ടോഗ്രാഫർമാരെ, ഞങ്ങളുടെ സംഘടനയിലുള്ള 17,254 അംഗങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ഫോട്ടോഗ്രാഫി അനുബന്ധ തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിക്കുവാനും അവരെ
ഫോട്ടോഗ്രാഫി രംഗത്ത് അവർക്ക് തൊഴിൽ കൂടുതൽ ലഭിക്കുന്നതിനും അതിലുപരി പുതിയ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം മേള ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ എല്ലാ അംഗങ്ങളും ഒരു വളണ്ടിയർ സർവീസ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രയത്നിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചെറിയൊരു ലാഭം ഇതിൽ നിന്നുണ്ടാക്കാൻ കഴിയുന്നത്. ലാഭം എന്നതിലുപരി നമുക്ക് സാങ്കേതികമായ അറിവ് നേടുക എന്നുള്ളതാണ്. ലഭിക്കുന്ന ലാഭം നമുക്ക് ഒരു വെൽഫെയർ ഫണ്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അംഗങ്ങൾക്ക് മരണപ്പെടുമ്പോൾ 50,000 രൂപയും ചികിത്സാ സഹായമായി 1 വർഷം 20,000 രൂപ വരെയും കൊടുക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് ഈ ഫണ്ട് മുഴുവൻ ഉപയോഗിക്കുന്നത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറാണ് ഞാൻ. പേര് ഉണ്ണി കൂവോട്. സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫോട്ടോ ഫെസ്റ്റ് 2024 19ാമത് എഡിഷൻ ഇന്നും നാളെയും മറ്റന്നാളുമായി അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. വിവിധ കമ്പനികളുടെ ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ അംഗങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പരിപാടി ഫോട്ടോ ഫെസ്റ്റ് 2024 സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഇതിൽ കിട്ടുന്ന ലാഭവിഹിതം നമ്മുടെ അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അംഗങ്ങളുടെയും അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളാണ് നമ്മുടെ ഇതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് ചെലവ് വരുന്നത്. തീർച്ചയായും ഈ 3 ദിവസം കേരളത്തിലെ മുഴുവൻ ഫോട്ടോഗ്രാഫർമാരെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി ക്ഷണിക്കുക. എൻ്റെ പേര് ബാബു പുലിക്കോട്ടിൽ, AKPI സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. 10ാമത്തെ എഡിഷനാണ് ഫോട്ടോ ഫെസ്റ്റിൻ്റെ എന്ന പേരിൽ ഇവിടെ കയറുന്ന നമ്മളുടെ ഈ പരിപാടി. ഫോട്ടോ ഫെസ്റ്റിൻ്റെ വളരെ നല്ല രീതിയിൽ 150ഓളം സ്റ്റാളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഫാഷൻ ഷോ, ലോകോത്തര വിപണിയിലുള്ള സോണി മുതലുള്ള ബാക്കിയുള്ള ക്യാമറകളുടെ കമ്പനികളും അവിടെ നമ്മുടെ ഫോട്ടോ ഫെസ്റ്റിന് എത്തുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നമസ്കാരം. 2024 സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ആർട്ടിസിൽ വെച്ച് നടത്തുന്ന പ്രൗഢഗംഭീരമായ ഈ ട്രേഡ് ഫെയർ വളരെയധികം പുതുമ നിറഞ്ഞതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ ഒരു ഫെസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഫെസ്റ്റിന് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ആലുവ മേഖലയുടെ നേതൃത്വം എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.